നമ്മുടെ മലയാള സിനിമയിൽ മിക്ക ഹൊറർ സിനിമകളിലും കാണുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അതിപ്പോ ഈ കഴിഞ്ഞ കുറച്ച് സിനിമകളാണ് മാറി ഒന്ന് വന്നേക്കുന്നത്. അതായത് വെള്ളസാരി എടുത്ത് രക്ഷിക്കണം, അതുപോലെ തന്നെ ചുണ്ണാമ്പ് വേണം, ആണി വേണം, ആല് വേണം എന്നുള്ള രീതിയിൽ കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഇത് UK-ല് ചിത്രീകരിക്കുമ്പോ ഈ സാധനം മെയിൽ പ്രകടനം അത് നമ്മൾ വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വ്യത്യാസത്തിന് വേണ്ടിയാണ് നമ്മളിത് UK-ല് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആവുമ്പോ യക്ഷ്യം നമ്മുടെ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ വെള്ള സാരി ഒന്നുമില്ല, സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കഴിവല്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. കഥ എഴുതിയ ഒരാളുണ്ട്, അതല്ലാതെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അവരവരുടെ ജോലി ചെയ്യുന്നു, ക്യാമറമാൻ അയാളുടെ ജോലി ചെയ്യുന്നു. അപ്പൊ സിനിമ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ മാത്രമല്ല, ഡയറക്ടർ ഇസ് ദ ഹെഡ്, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെയും ആ ഒരു കോപ്പറേഷനും അവരുടെ എല്ലാവരുടെയും എന്താ പറയുന്നത് ഇൻപുട്ട് വരുമ്പോഴാണ് ആ സിനിമ നന്നാവുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു ടീമിനെ കിട്ടി. വളരെ സിൻസിയർ ആയിരുന്നു അവരൊക്കെ. അപ്പോൾ അതില് എൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് ചീഫ് അസോസിയേറ്റ് ആയിട്ട് വന്നത് പ്രശാന്ത് പിള്ള എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി എഴുത്തോല എന്ന് പറഞ്ഞ സിനിമയിലും അതുപോലെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ഉണ്ട്. പിന്നെ ക്യാമറാമാൻ അദ്ദേഹം നല്ല രീതിയിൽ പടം പിക്ചറൈസ് ചെയ്തു. അത് ഇവിടെ ഷൂട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ UK ചെന്നപ്പോൾ അത് വേറൊരു ടീമായിരുന്നു. ബിക്കോസ് ഒരുപാട് പേർക്ക് വിസ കിട്ടാതെ വന്നപ്പോൾ, വിസ പ്രോസസ്സിങ്ങിന്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവിടെ ജോയ് ഈശ്വർ എന്ന് പറഞ്ഞ 3 സിനിമ ചെയ്തിട്ടുണ്ട് പുള്ളി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ബിക്കോസ് അവിടെ ക്രൂ കുറവായിരുന്നു. ഇവിടെ 75-80 പേരുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും ക്രൂ കുറഞ്ഞു. ബിക്കോസ് നമുക്ക് ഇത്രയും പേരെ അവിടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2-3 പേര് ചേർന്നാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അവിടെയും ഒട്ടും മോശമായിട്ടില്ല. അപ്പൊ അവരുടെ എല്ലാവരുടെയും കൂടി ഒരു സഹകരണമാണ് സിനിമ. ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ലീഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ.